Welcome to the story. പൂച്ച സഞ്ചാരത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കിങ്ങിണിപുരത്തെ മറ്റൊരു ഞായറാഴ്ചയിലെ പ്രഭാതം. ഉറങ്ങി കൊതി തീരാത്തത് കൊണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ നല്ല മടിയായിരുന്നു. അപ്പോഴാണ് ഒരു ഹോണടി ശബ്ദം കേട്ടത്. അത് മീൻകാരന്റെ വണ്ടിയുടെ ഹോണല്ലേ? അതെ, മീൻകാരൻ തന്നെ. ഞാൻ ചാടി എഴുന്നേറ്റ് ജാലകത്തിനരികിലേക്ക് പോയി. കുട്ടപ്പനും കൂട്ടുകാരനും മീൻകാരന്റെ അടുത്തേക്ക് ഓടി. ഞാൻ പതിയെ ജാലകവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. അടുത്ത വീട്ടിലെ ചക്കിപ്പൂച്ചയ്ക്ക് ആ മീൻകാരൻ നല്ലൊരു മീൻ കൊടുത്തു. അത് കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. എന്റെ മുതലാളിയും ഒരുപാട് മീൻ വാങ്ങിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് കുശാൽ തന്നെ. പക്ഷെ മുതലാളി എന്നെ ചതിച്ചു. എനിക്ക് മീൻ തന്നില്ല. പകരം 2 ദിവസം പഴക്കമുള്ള ഒരു ഉണക്ക ബ്രെഡാണ് തന്നത്. ആർക്ക് വേണം ഈ ഉണക്ക ബ്രെഡ്? സാൻഡ്വിച്ച് ആയിരുന്നെങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു. എന്റെ അച്ഛനങ്ങ് പേർഷ്യല. ഞങ്ങളുടെ പൂർവികരൊക്കെ പുലിയുടെ വർഗത്തിൽപ്പെട്ടവരാ. ഞങ്ങൾ വേട്ടയാടി ഇര പിടിച്ച് തിന്നിരുന്നവരാ. ഈ ബ്രെഡൊന്നും എനിക്ക് വേണ്ട. ഞാനേ അന്തസ്സായിട്ട് വേട്ടയാടി ഇര പിടിക്കും. ഈ ഉണക്ക ബ്രെഡ് ഞാൻ ബഹിഷ്കരിക്കുന്നു. എനിക്കുള്ള ഫുഡ് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ആരടോ ക്യാമറയും കൊണ്ട്? മച്ചിന്റെ മുകളിൽ ഒരു പല്ലിയെ കണ്ടെത്തി. ഇവൻ തന്നെ ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് മിസ്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞങ്ങള് പുലിയുടെ വംശത്തിൽപ്പെട്ടവരാണല്ലോ. അവൻ മച്ചിന്റെ മുകളിൽ കയറി. ഞാൻ ഫ്രിഡ്ജിന്റെ മുകളിൽ കയറി. ഇറങ്ങി വാടാ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ശ്രമിച്ചതാ. ഇപ്പൊ ഡിന്നറിനുള്ള സമയമായി. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞങ്ങളെ പുലിയുടെ വംശത്തിൽപ്പെട്ടവരാ. മര്യാദക്ക് ഇറങ്ങി വാടാ പല്ലി. എനിക്ക് വിശന്നിട്ട് തല കറക്കുന്നേ. ഇവനെ ഇന്ന് ഡിന്നർ ആക്കിയിട്ട് തന്നെ കാര്യം. ഈ ജനാല വഴി കയറിയാലോ? വേണ്ട. ഈ ബോക്സ് ഷോക്ക് അടിക്കോ? എനിക്ക് വിശക്കുന്നേ. ആകെ നാണക്കേടായി. മുതലാളിയെ വെല്ലുവിളിക്കുകയും ചെയ്തു, വിശക്കുകയും ചെയ്തു. ഇനിയിപ്പോ ആ ബ്രെഡ് തന്നെ കഴിക്കാം. ഞാൻ കൈയെല്ലാം കഴുകി പ്ലേറ്റിലേക്ക് നോക്കിയപ്പോ ആ ബ്രെഡ് ആരോ കഴിച്ചു. ഒരു ഗ്ലാസ്സിൽ കുറച്ച് പച്ചവെള്ളം ഇരിക്കുന്ന കണ്ടു. പച്ചവെള്ളമെങ്കിൽ പച്ചവെള്ളം. ആ ഗ്ലാസ് വെള്ളം മുഴുവൻ ഞാൻ കുടിച്ചു. ഇല്ലെങ്കിൽ ഞാൻ തല കറങ്ങി വീഴും. പച്ചവെള്ളത്തിനൊക്കെ എന്താ രുചി. വിശന്ന് വലഞ്ഞ് ഞാൻ എപ്പോഴോ മയങ്ങിപ്പോയി. ഈശ്വര, സ്വപ്നത്തിലെങ്കിലും ഞാനൊരു പല്ലിയെ പിടിക്കണേ. രസകരമായ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ ബൈ. Thanks for watching. Like and subscribe.